സംഭവം ഉളുക്ക് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഈ ഒരു സാധനം ഒരു സ്പാസം മുതൽ ഇറ്റ് കുഡ് ബി എൻ നമ്പർ ഓഫ് തിങ്സ്. എത്രയാണ് ഒരു 7 ലിറ്റർ കുടിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന് ഇല്ലേ? പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് 40 ml. ആംഗിൾ ജോയിൻസ് സ്പ്രെയിൻ ഒക്കെ വരുമ്പോൾ റെസ്റ്റ് അല്ല, നടക്കുക തന്നെയാണ് ഐഡിയൽ എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ്ലി വിമനിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഫൈബ്രോമയാൽജിയ. ആൻഡ് ഇറ്റ്സ് ഓഫൻ കൺഫ്യൂസ് വിത്ത് ആർത്രൈറ്റിസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ടോ. അപ്പം ഇറ്റ്സ് ഒരു ചലഞ്ചിങ് ഏരിയ ടു വർക്ക് വിത്ത്. ഞാൻ നെക്ക് മസിൽസ് ജസ്റ്റ് വർക്കപ്പ് ചെയ്യാൻ വേണ്ടി പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയാണ് ഏതൊക്കെ മസിൽസ് ടൈറ്റ് എങ്ങനെയാണ്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പുള്ളിക്കാർ ബോധം കിട്ടും. എന്റെ പാതി ജീവൻ അവിടെ തീർന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ചലഞ്ചിങ് ആണ്. അപ്പൊ ഹസ്ബൻഡ് കൂളായിട്ട് ഇരിപ്പുണ്ട്. സ്ഥിരം പരിപാടിയാണ്. Then a vulnerability happens at one point of the body. ബോഡിയുടെ ഫസ്റ്റ് മെക്കാനിസം ഫസ്റ്റ് നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാണ്. അല്ലാതെ നമ്മൾ ചില സമയം നമ്മൾ വിചാരിക്കും അയ്യോ അപ്പൊ നമ്മളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും എന്ന് നമ്മൾ ആണ്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭ വിശ്വനാഥ്. വെൽക്കം ടു വൈറ്റൽ വോയിസസ് ബൈ SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെയുള്ളത് വൈബ്രന്റ്, മോസ്റ്റ് എനർജറ്റിക് ആൻഡ് വെരി ഗുഡ് ലുക്കിംഗ് ഹാൻഡ്സം ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് നന്ദഗോപൻ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ. So tell me, Shobha. അയ്യോ എന്ത് പറയാനായിട്ട്, രാവിലെ ഉറക്കം എണ്ണീറ്റപ്പം മുതൽ എനിക്കൊരു ഉളുക്ക് വീണതാണ്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടിയ എന്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നും പറഞ്ഞ കാര്യമില്ല. എന്നെ പോലെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഉളുക്കൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഇത് വരുന്നത്? ഇതിനെന്താണ് പ്രതിവിധി? എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇതിന്റെ ആക്ച്വൽ ആൻസർ. ബിക്കോസ് ഈ സംഭവം ഉളുക്ക് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഈ ഒരു സാധനം ഒരു സ്പാസം മുതൽ ഇറ്റ് കുഡ് ബി എൻ നമ്പർ ഓഫ് തിങ്സ്. അപ്പം ഒരു വൺ സ്റ്റോപ്പ് റെമഡി എന്ന് പറയുന്ന ഒരു സംഭവം ഇതിലില്ല. ഇപ്പം ഈ പറയുന്ന ഉളുക്ക് വീഴുന്നത് ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ഒരു ചെറിയൊരു മസ്കുലർ സ്പാസം, ചിലപ്പം ഓവർ സ്ട്രെയിൻ ചെയ്തതോ അല്ലെങ്കിൽ ഓവർ യൂസ്, അതെ സ്ട്രെസ് കാരണം വരാം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാത്തോണ്ട് വരാം. എത്രയാണ് വെള്ളം 7 ലിറ്റർ കുടിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് 40 ml. 25 കിലോ ഭാരമുള്ള ഒരാൾ 1 ലിറ്റർ കുടിച്ചാൽ മതി. ഇത് ഞാനല്ല കേട്ടോ, WHO ഗൈഡ് ലൈൻസ് ആണ്. അപ്പം 50 കിലോസ് ഭാരമുള്ള ഒരാൾ 2 ലിറ്റേഴ്സ്. ഒരു 50 കിലോ വരും. 50 അപ്പം 100 കിലോ ഉള്ള ഒരാൾ 4 ലിറ്റർ കുടിക്കും. 7 ലിറ്റർ കുടിക്കുമ്പോൾ കുറഞ്ഞത് ഒരു 150 അല്ലെങ്കിൽ ഒരു 175 കിലോ പോകും. ഈ കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കളയുകയും വേണമല്ലോ. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോ യൂറിൻ പോകുന്നവരുണ്ട്. ഇൻകോണ്ടിനൻസ്, അതിനെ പറ്റിയല്ലേ ചോദിച്ചത്. ഈ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന സംഭവം ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. സ്ട്രെസ് ആൻഡ് അർജ് ഇൻകോണ്ടിനൻസ് ആണ് മോസ്റ്റ് കോമൺലി ആൾക്കാരിൽ ഉണ്ടാവുക. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒച്ചത്തിലൊന്ന് ചിരിക്കുമ്പോഴോ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തന്നെ ഒരു 1-2 ഡ്രോപ്പ് ഓഫ് യൂറിൻ പോവുക. അത് ഇറ്റ്സ് ക്വൈറ്റ് കോമൺ ആൻഡ് എന്താ പറയുക ഇൻ വിമൻ. അതിൽ യൂഷ്വലി ആഫ്റ്റർ പ്രഗ്നൻസി മേ ബി, അല്ലെങ്കിൽ ഒരു മെനോപോസൽ സ്റ്റേജ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുന്നവർക്കോ ഒക്കെ ഇത് കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. ഏജിന് പുറമെ വാട്ട് യു ആർ ഗോയിങ് ത്രൂ ഇസ് എ ഫാക്ടർ. പിന്നെ വരുന്ന ഏർജ് ഇൻകോണ്ടിനൻസ് ആണ്. ഏർജിൽ യൂഷ്വലി ഏജും ഒരു ഫാക്ടർ ആവാറുണ്ട്. അപ്പം ചിലർക്ക് ഇപ്പം യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാഷ്റൂം വരെ എത്തുന്നതിന് മുമ്പ് അവർക്ക് യൂറിൻ പാസ് ആവും, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടുമാണ് യൂഷ്വലി കോമൺ. പിന്നെ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൊണ്ട് മറ്റേ പല രീതിയിലുള്ള ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിലും ഇത് രണ്ടുമാണ് കോമൺലി ഉള്ളത്. ട്രീറ്റ്മെന്റ് എന്താണ്? അപ്പോൾ ട്രീറ്റ്മെന്റ് യൂഷ്വലി ഇതിന് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ് മോസ്റ്റ് കോമൺലി കൊടുത്തുകൊണ്ടിരുന്നത്. കീഗിൾസ് എക്സസൈസസ് എന്ന് പറയും. പെൽവിക് ഫ്ലോറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, മസിൽസിനെ ടൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടൊരു എക്സസൈസ് ആണ് ഇത്. ഇപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴോ TV കാണുമ്പോഴോ ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഹോൾഡ്. ഇപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക? നമ്മുടെ പെൽവിക് ഫ്ലോർ താഴെയുള്ള മസിൽസിനെ ടൈറ്റ് ആക്കുക. അപ്പോൾ അത് നമ്മൾ നോയിങ്ലി ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യിക്കുക എന്നുള്ള പ്രോസസ്സ്. ആദ്യം ജസ്റ്റ് ഒരു 1 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വിടുക, പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഐഡിയൽ കീഗിൾസ് എക്സസൈസ് ആയി. ഇതെല്ലാവർക്കും ചെയ്യാം. പക്ഷേ ചിലരുടെ കൺട്രോളിന് പുറമെയാണ്. ചിലപ്പം ആ സ്പിങ്ക്റ്റർ മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കാം, ചിലർക്ക് അത് റിലാക്സ് ചെയ്യിക്കാൻ പറ്റില്ല, ചിലർക്ക് ഓവർലി ലൂസ് ആവാം.
അപ്പം ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് സ്ട്രെങ്തനിങ് വർക്ക് ആവില്ല. അപ്പം ദർ ഇസ് സംതിങ് ന്യൂ, ഇറ്റ്സ് നോട്ട് റിയലി ന്യൂ, അതിവിടെ SP മെഡിഫോർട്ടിൽ വി ഇൻട്രൊഡ്യൂസ് ദിസ് ക്വൈറ്റ് ബാക്ക്. ഇതിൻ്റെ ബയോ ഫീഡ്ബാക്ക് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വി ഹാവ് എ ട്രീറ്റ്മെൻറ്റ്. അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു. ഈ ബയോ ഫീഡ്ബാക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ EMG, ഇലക്ട്രോമയോഗ്രാം, അതായത് മസിൽസ് വർക്ക് ചെയ്യുന്നത് സെൻസ് ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് വെച്ചിട്ട് മസിൽസ് സ്ട്രോങ് കൺട്രാക്ട് ചെയ്യുമ്പം അതിൽ വൈബ്രേഷൻ എത്ര മസിൽസ് കൺട്രാക്ട് ആവുന്നുണ്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടും, റിലാക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടും. അപ്പം ഇതിനെ ബേസ് ചെയ്ത് ഈ ഇലക്ട്രോഡ്സിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഇപ്പം ഒരു ഇൻകോണ്ടിനൻസ് ഉള്ള പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് ആണെങ്കിൽ മേ ബി ഒരു വെജൈനൽ പ്രോബ് എന്തെങ്കിലും യൂസ് ചെയ്ത് അതിന് വെജൈനയിൽ പ്ലേസ് ചെയ്തിട്ട് വി ആക്ച്വലി ആസ്ക് ദം ടു കൺട്രാക്ട് ദെയർ മസിൽസ്. അവർക്ക് എത്ര ഫോഴ്സ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും, എന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഇതിന് പുറമെ നമുക്ക് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനോട് കൂടി ഇത് ചെയ്യിക്കാൻ പറ്റും. അപ്പം ദിസ് ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ്. വളരെ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമല്ല. വി ഹാവ് ഗോട്ട് ഫീമെയിൽ സ്റ്റാഫ് ഹു ആർ ട്രെയിൻഡ് ഇൻ പെൽവിക് ഹെൽത്ത് ഓൾസോ. അപ്പോൾ അവരാണിത് ചെയ്യുന്നത്. ആൻഡ് ഒരു 2 to 3 സെഷൻസിൽ യു ഗെറ്റ് ദ ഐഡിയ ഓഫ് ഇറ്റ്. നമ്മൾ സ്റ്റാഗർ ഔട്ട് ചെയ്ത് ഒരു 10 to 15 സെഷൻസ് വരെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. വി ഗെറ്റിംഗ് ഫെൻറ്റാസ്റ്റിക് റിസൾട്ട്സ് ആക്ച്വലി. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ഇറ്റ് ആക്ച്വലി ചേഞ്ചസ്. ഒന്ന് ചിരിക്കാൻ പറ്റാത്ത ഒരാളുടെ സിറ്റുവേഷൻ ആലോചിച്ച് ഇറ്റ് ഈസ് വെരി എംബാരസിംഗ് ഫോർ ദം. അപ്പം വി ക്യാൻ ചേഞ്ച് ദാറ്റ്. സോ ദാറ്റ് ഈസ് സംതിങ് ന്യൂ വി ആർ ഡൂയിങ്. Especially when you are traveling also. Of course. Okay, ഇതിനൊരു കൺട്രോൾ ഇല്ലല്ലോ. അതെ. ഇവിടെ ഇപ്പം എത്ര കാലമായി ഇങ്ങനെ ഒരു പ്രൊഫഷനില്? I think I've been around for around 15 years now. 15 years now. Wow. അപ്പം ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് ഫിസിയോ ചെയ്യാൻ എന്ത് കാരണം കൊണ്ടായിരിക്കാം? നമുക്കിപ്പോൾ SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോപെഡിക്സ് ഉണ്ട്, വി ഹാവ് ഗോട്ട് എ ഫെൻറ്റാസ്റ്റിക് ന്യൂറോ സർജറി ആൻഡ് ന്യൂറോ ടീമുണ്ട്, പിന്നെ കാർഡിയോളജി ഉണ്ട്, കാർഡിയാക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം വി സ്റ്റാർട്ടഡ് വിത്ത് പെൽവിക് ഹെൽത്ത് ഗൈനക്കോളജിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറൽ ഏക്സ് ആൻഡ് പെയിൻസ് മുതൽ അഡ്വാൻസ് ആയിട്ട് സ്ട്രോക്സ് റീഹാബിലിറ്റേഷൻ, ന്യൂറോ സർജിക്കൽ റീഹാബിലിറ്റേഷൻ, ആൻഡ് വി ഡു സ്പോർട്സ് റീഹാബ്. വി ഹാവ് എ ജിം ഹിയർ, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ലാബ് പോലെ ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ഒരു വേരീഡ് ഏരിയാസ് മോസ്റ്റ്ലി. പക്ഷേ നമ്മൾ കാണുന്നത് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയാം, ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും? കയ്യിലിരിപ്പ്. കൂടുതലും ഈ അക്രമാസക്തി കാണുന്നത് വീക്കെൻഡ് വാരിയേഴ്സ് ആണ് എൻ്റെ ഫേവററ്റ് ആക്ച്വലി. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഒരു നിക്കർ വിട്ട് എന്തെങ്കിലും ഒരു ജിമ്മോ സ്പോർട്സ് ആക്ടിവിറ്റിയോ പോവുക, അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടാക്കുക, അങ്ങനെ നേരെ വരിക. സോ ദിസ് ഇസ് ക്വൈറ്റ് കോമൺ. കാശ് കൊടുത്ത് പണി വാങ്ങിക്കുക എന്താ പറയുക. ബട്ട് സി ഇതിൽ എന്താണെന്നറിയാമോ, ഈ ഇതിൽ വരുന്ന ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എലമെൻ്റ് ആണ്. ഈ വീക്കെൻഡ്സിൽ മാത്രം ഇതിനു വേണ്ടി ഒരു സ്പോർട്സിനെ അവരൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കരുതുമ്പം ദർ നോട്ട് റിയലി പ്രിപ്പയർഡ് ടു ഗെറ്റ് എൻഗേജ് ഇൻ ടു ദാറ്റ്. ലെറ്റ് മീ ടേക്ക് യുവർ കേസ്. ശോഭ നേരത്തെ പറഞ്ഞ ഒരു ബാക്കിലൊരു ഇത് വന്നെന്ന്. അപ്പോൾ പ്രോബബ്ലി യു മൈറ്റ് ബി ഹാവിങ് എ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള ഷൂട്ട്സും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം യുവർ ബോഡി സേസ് ഓക്കെ സ്റ്റോപ്പ്, ഗിവ് മീ എ ബ്രേക്ക്. അതിനാണ് ഈ ഉളുക്ക് തരുന്നത്. സി ഇത് അവിടെയും ഇത് ടോളറേറ്റ് ചെയ്ത് ഷൂട്ടിന് വരുന്ന ആൾക്കാരുണ്ട്. But the fact is, when a spasm happens, it is body's way of saying, see, it hurts. And the body is asking you to stop moving, it hurts. ഇപ്പോൾ എന്താ പറയുക, ഒരു ഷോൾഡർ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ഏതൊരു ഭാഗത്തൊരു ഇഞ്ചുറി വരുമ്പോഴും ബോഡിയുടെ ഫസ്റ്റ് റിയാക്ഷൻ ഇസ് സ്റ്റോപ്പ് ദ മൂവ്മെൻറ്റ്. ദർ ഇസ് സം വൾണറബിലിറ്റി ദർ. I wouldn't say a disc ആണോ a muscle ആണോ, I don't know. But when a vulnerability happens at one point of the body, bodyയുടെ ഫസ്റ്റ് മെക്കാനിസം ഫസ്റ്റ് നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാണ്. അല്ലാതെ നമ്മൾ ചില സമയം നമ്മൾ വിചാരിക്കും അയ്യോ അപ്പൊ നമ്മളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും എന്ന് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് വരുമ്പോൾ പറയാറുണ്ട് എനിക്ക് നടുവേദന വരുന്നുണ്ട്, ബട്ട് രാവിലെ എണീക്കുമ്പോഴാണ് മാക്സിമം പെയിൻ. പക്ഷെ എണീച്ചൊന്ന് നടക്കുമ്പോൾ ഐ എം ഫീലിംഗ് ബെറ്റർ. അവർ കണ്ണ് തുറന്ന് എണീക്കുന്നത്, ബെഡിൽ നിന്ന് എണീക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ആഫ്റ്റർ ദാറ്റ് ഒരു 5 minutes ഓഫ് വാക്കിംഗ് ദേ ആർ ഓക്കെ. സോ ഹൗ ഡു ഐ ഗെറ്റ് ഓവർ ദാറ്റ്? അപ്പം അതുപോലെ ഈ ഒരു ചിലർക്ക് അങ്ങനെയാണ് ഇഷ്യൂ വരുന്നത്. അപ്പം സോർട്ടിങ് ദാറ്റ് പാർട്ട് ഔട്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ദർ. അതിനാണ് നമ്മളൊരു ക്ലിനിക്കൽ അസസ്മെൻറ്റും ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ കേസ് പറഞ്ഞാൽ ഒരു സ്പാസം ഉണ്ട്. അപ്പോൾ ഈ സ്പാസം വരുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ എന്നിട്ട് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ പെയിനിനെ അത് ട്രിഗർ ചെയ്യും. അപ്പം പെയിൻ ട്രിഗർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി പറയും അവിടെ പെയിൻ ഉണ്ട്, വീണ്ടും സ്പാസം ആക്കുക. അപ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആകും. അപ്പോൾ ഈ പെയിൻ സ്പാസം സൈക്കിൾ കീപ്സ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. പ്രോപ്പർ റെസ്റ്റ് ആണ് അതിന്റെ ഒരു. ഹൗ മച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും സ്പാസം കൂടും. അപ്പം പെട്ടെന്ന് ഓടി ഡോക്ടറെ അടുത്ത് വരണം. റെസ്റ്റും ഇതുമായിട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ചുമ്മാ കയറി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര നേരം കിടക്കും? അതെ. അപ്പം നമ്മുടെ പോലത്തെ ആൾക്കാർ
വി കട്ട് ഡൗൺ ഓൺ ദ റെസ്റ്റിംഗ് ഫേസ്. ആൻഡ് ഇപ്പം ചില ഇപ്പം ആംഗിൾ ജോയിൻസ് സ്പ്രെയിനൊക്കെ വരുമ്പോൾ റെസ്റ്റ് അല്ല, നടക്കുക തന്നെയാണ് ഐഡിയൽ എന്ന് പറയുന്നുണ്ട്. ഇഫ് യു റൂൾ ഔട്ട് എ ഫ്രാക്ചർ ഇൻ ആംഗിൾ ജോയിൻറ്റ്, ഒരു മുമ്പ് പറയും റെസ്റ്റ് എന്ന് പറയുന്നത് എലവേഷനും കംപ്രഷനും ഒക്കെയാണ് യൂസ് ചെയ്യാൻ പറയും, റൈസ് പ്രോട്ടോകോൾ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി പീസ് ആൻഡ് ലവ് പ്രോട്ടോകോൾ എന്ന് പറയും, പുതിയൊരു പ്രോട്ടോകോൾ. ബട്ട് വാട്ട് ദേ എസെൻഷ്യലി മീൻ ഇസ് യു ഹാവ് ടു പ്രോഗ്രസീവ്ലി ലോഡ് ഇറ്റ് ഇൻ ഒരു കൺട്രോൾഡ് വേ. ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ടെന്നീസ് എൽബോ ഒരുപാട് പേർക്ക് ഇപ്പൊ വരുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു റെമഡി എന്താണ്? ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ കയ്യിലെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യും. നമ്മുടെ കൈ വിരലുകൾ നിവർത്താനും റിസ്റ്റ് നിവർത്താനും ഒക്കെ ഫോറാമിൻ്റെ ഇവിടെ ഒരു മസിൽ ഗ്രൂപ്പ് ഉണ്ട്, എക്സ്റ്റൻസേഴ്സ് എന്ന് പറയും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എൽബോ ഈ സൈഡിൽ നിന്ന്. ഈ വിരലുകൾ മടക്കുന്നത് ഈ സൈഡിലുള്ള ഫോറാം ഫ്ലെക്സർ ഗ്രൂപ്പ് മസിൽസാണ്. അപ്പോൾ ഈ എക്സ്റ്റൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ചെറുതായിട്ട് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ചെയ്യുന്നവരോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രീഷ്യൻസ്, ഈ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പ്ലെയേഴ്സ്, വണ്ടി ഓടിക്കുന്നവർ, വണ്ടി, ഇറ്റ് വേരീസ്. അപ്പം ഇവർ റെപ്പറ്റേറ്റീവായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നവരിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെറിയൊരു ഇഞ്ചുറിയോ എന്തെങ്കിലും വരെ, ഒരു മൈക്രോ ട്രോമയോ ഒക്കെ വരാം. വെയിറ്റ് തൂക്കുന്നത് അതൊരു പ്രശ്നമാണ്, അതുകൊണ്ടാവും. സ്ഥിരമായിട്ട് വെയിറ്റ് തൂക്കുന്ന ആൾക്കൊരു കുഴപ്പമില്ല. ശീലമില്ലാതെ പോയി പെട്ടെന്നൊരു വെയിറ്റ് തൂക്കി കഴിഞ്ഞാൽ മേ ബി വരാം. ബട്ട് അതൊരു ഫിയർ മോഗറിങ് എന്നും പറഞ്ഞ് വെയിറ്റ് എടുക്കാതിരിക്കാം. ഇറ്റ് മേ ബി ഒരു റോങ് ടെക്നീക്കിൽ എടുക്കുന്നോ ഒക്കെ ആവാം. ബട്ട് അപ്പോൾ ചെറിയൊരു ട്രോമ വരുന്ന ഇത് ഈ കൈമുട്ടിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ ആയതുകൊണ്ട് നമ്മൾ വി കീപ് യൂസിങ് ഇറ്റ്. മുട്ടായിരുന്നു ഇല്ലെങ്കിൽ കാലാണ് ഒടുങ്ങിയതെങ്കിൽ മിണ്ടാതെ ഒരു സൈഡിൽ കിടക്കും. ഈ കൈയും വെച്ചോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യും. നമ്മുടെ മൊബിലിറ്റി കോംപ്രമൈസ്ഡ് അല്ലല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യും, വണ്ടി ഓടിക്കും, അത് ചെയ്യും, ഇത് ഒക്കെ ചെയ്യുമ്പോൾ ഇത് അവിടെ ഇരുന്ന് ക്രോണിക് ആവും. അപ്പോൾ എസെൻഷ്യലി ഇത് മസിലല്ല, മസിലും ടെൻഡൻ്റെയും കൂടെ ഒരു ഇതാണ്. അപ്പം ടെൻഡിനസ് ജംഗ്ഷനാണ്. അപ്പോൾ ഇതിന് ബ്ലഡ് സപ്ലൈ ഒക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ക്രോണിക് ആവും. അപ്പോൾ ഈ ടെൻഡനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡോമിനൻ്റ്ലി ഒരു എക്സസൈസ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രോഗ്രാമാണ്. അപ്പം നമ്മുടെ എക്സസൈസ് സക്സസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം ഹീ ഷുഡ് ബി ഏബിൾ ടു ഡു വാൾ പുഷപ്സ് ഓർ ഗ്രൗണ്ട് പുഷപ്സ് വിത്തൗട്ട് പെയിൻ. അതാണ് നമ്മൾ ടാർഗറ്റ്. അപ്പോൾ ഒരു ടെൻഡൻ പോലത്തെ ഇഞ്ചുറി ആകുമ്പം 2 weeks to 12 weeks വരെ ഇതിൻ്റെ റിക്കവറി പീരീഡ് ഉണ്ട്. ജസ്റ്റ് പെയിൻ പാച്ചപ്പ് ചെയ്ത് വിട്ടാൽ പോരാ, അവരെ റിട്ടേൺ ടു ഫങ്ഷൻ എത്തിക്കുക. ചിലപ്പം കയ്യിലിടാൻ ഒരു ബ്രേസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പം ലേസർ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഷോക്ക് വേവ് തെറാപ്പി ഈസ് മേക്കിംഗ് ഗുഡ് റിസൾട്ട്സ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഫിസിയോതെറാപ്പി തന്നെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലാതെ എക്സസൈസ് മാത്രം വെച്ച് മാനേജ് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ട്. പിന്നെ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ്. ചില സിനാരിയോസിൽ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ് വരുന്ന പേഷ്യൻറ്റ് ചിലപ്പോൾ ഒരു ന്യൂറൽ കമ്പോണൻറ്റ്, നെർവിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനൊക്കെ വരും, റേഡിയൽ നെർവ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ. അപ്പോൾ അതും കൂടെ നമ്മുടെ അസസ്മെൻറ്റ് പാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു അസസ്മെൻറ്റ് അത്രയും ഇത് വച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇതിൽ ഏറ്റവും വലിയ കൾപ്രിറ്റ്സ്. നമ്മുടെ പണി നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ ശോഭ ടെന്നീസ് എൽബോ, ബാക്ക് സ്പാസം, ഒരു ബൊഫേ ആണല്ലോ, എല്ലാം ഉണ്ടല്ലോ. എന്നെ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ബുഫേ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പം 15 years ഓഫ് എക്സ്പീരിയൻസിൽ? അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പേഷ്യൻ വേർ ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ഫോർ യു, അങ്ങനെ എന്തെങ്കിലും കേസസ് ഉണ്ടായിട്ടുണ്ടോ? ചാലഞ്ചിങ് കേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഫൈബ്രോമയാൽജിയ പോലത്തെ സിനാരിയോസ് ആണ്. ഫൈബ്രോമയാൽജി എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ബോഡി ഫുള്ള് പെയിൻ ആണെന്ന് ആര് പറഞ്ഞാലും അവർ സെൽഫ് ഡയഗ്നോസ്റ്റിക് ആയിട്ട് ഫൈബ്രോമയാൽജി ആണ് എന്നുള്ളതാണ്. ഈ ഫൈബ്രോമയാൽജിക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഫ്ലോ ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വിമനിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഫൈബ്രോമയാൽജിയ. ആൻഡ് ഇറ്റ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് ആർത്രൈറ്റിസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ടോ. ഒരു പരിധി വരെ ഇതിലൊരു സൈക്കോസൊമാറ്റിക് കമ്പോണൻ്റ് ഉണ്ട്. അപ്പം ഇറ്റ്സ് ഒരു ചാലഞ്ചിങ് ഏരിയ ടു വർക്ക് വിത്ത്. ഇതിൽ മോർ ദാൻ ഫിസിക്കൽ തെറാപ്പി ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂള് കോഗ്നിറ്റീവ് ഫങ്ഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വി യൂസ് വിത്ത് കൗൺസിലിംഗ്. ബട്ട് അതുപോലെ കോഗ്നിറ്റീവ് ഫങ്ഷണൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് ടു പെയിൻ മാനേജ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫെയർലി ന്യൂ. അപ്പം അവിടെയൊക്കെ നമ്മൾ പേഷ്യൻ്റെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻസിനെയും ഫങ്ഷണൽ മോഡിഫിക്കേഷൻസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈബ്രോമയാൽജിയയിൽ ഏറ്റവും ചലഞ്ച് എനിക്കുണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ്, ഐ തിങ്ക് ഷി വാസ് ഇൻ ഹർ 20s. ആൾ വരുമ്പോൾ പുള്ളിക്കാരിയുടെ പ്രൈമറി ഇഷ്യൂ ഒരു ആങ്കിൾ പെയിൻ ആയിട്ടാണ് വന്നത്. ആങ്കിൾ പെയിനും നെക്ക് പെയിനും ആയിട്ടാണ് പുള്ളിക്കാരി വരുന്നത്. അപ്പം അവരുടെ ഹിസ്റ്ററി എടുത്തപ്പം പുള്ളിക്കാരിക്ക് വിത്ത് നോ റീസൺ ബ്ലാക്ക് ഔട്ട് ആവും. അത് ഹെറിഡിറ്ററി ആണോ അതോ? ഇല്ല, നോ ഹെറിഡിറ്ററി, നത്തിങ്. ഷീ ജസ്റ്റ് ബ്ലാക്സ് ഔട്ട്. നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുക്കിംഗ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഷീ ബ്ലാക്സ് ഔട്ട്. ആൻഡ് ദേ കുഡൻറ്റ് ആക്ച്വലി ഫൈൻഡ് എ റീസൺ ഫോർ എ ബ്ലാക്ക് ഔട്ട്. അവർ ദർ ഫ്രം എ വെരി വെൽ ടു ഡു ഫാമിലി. അവർ ഒരു കാർഡിയോ ചെക്കപ്പ്, ന്യൂറോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇൻസിഡൻ്റ്ലി
ഈ ബ്ലാക്ക് ഔട്ട്സ് തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എ റീസൺ. പുള്ളിക്കാരി നെക്കായിരുന്നു, നെക്ക് പെയിൻ ആയിരുന്നു, നെക്ക് തിരിയുന്നില്ല എന്നുള്ളതായിരുന്നു, ഒരു സ്പാസം പോലെ ഇതുപോലെ വന്നത്. അപ്പം her husband was with her, we were trying to figure out what is happening. I said, okay, we'll see which all muscles are tight എന്ന് പറയും. പുള്ളിക്കാരി അടുത്ത് കിടക്കാൻ പറഞ്ഞു. He was with me, ഹസ്ബൻഡും കൂടെ ഉണ്ട്. ഞാൻ നെക്ക് മസിൽസ് ജസ്റ്റ് വർക്കപ്പ് ചെയ്യാൻ വേണ്ടി പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയാണ് ഏതൊക്കെ മസിൽസ് ടൈറ്റ്, എങ്ങനെയാണ്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന്. പുള്ളിക്കാരി ബോധം കിട്ടും. എൻ്റെ പാതി ജീവൻ അവിടെ തീർന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ചാലഞ്ചിങ് ആണ്. ചാലഞ്ചിങ്. അപ്പൊ ഹസ്ബൻഡ് കൂളായിട്ട് ഇരിപ്പുണ്ട്. എന്താ ഇത് സ്ഥിരം പരിപാടിയാണ്. They have no clue and it has become a part of their life. So further on workup, പിന്നെ നമ്മൾ ഇതിൽ ചില സിനാറിയോയിൽ ഈ ബ്ലഡ് സപ്ലൈ ടു ദ ബ്രെയിൻ ചിലപ്പോൾ ലിമിറ്റഡ് ആവുന്ന ചില സിനാറിയോ, വാസ്കുലർ ഇൻസഫിഷ്യൻസി പോലത്തെ ചില ഡയഗ്നോസിസ് ഒക്കെ ഉണ്ട്, റയറാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സംഭവിക്കാമെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ ഒരു കാർഡിയോതൊറാസിക് സർജൻ്റെ പിന്നെ നമ്മൾ എടുത്തായിരുന്നു, അതൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷീ വാസ് ഓൾ റൈറ്റ്. ഫർദർ അസസ്മെന്റ്സ് വി വർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് പുള്ളിക്കാരിയുടെ ബോഡി ഹാസ് ബീൻ ഇൻ പെയിൻ ഫോർ എ വെരി വെരി ലോങ് ടൈം. ഈ പെയിൻ കാരണം ഷീ ഈസ് ഷട്ടിങ് ഡൗൺ. അപ്പം ജസ്റ്റ് അന്ന് ഞാൻ ആ നെക്കിൽ കൈവയ്ക്കുമ്പം ബിക്കോസ് ദ പെയിൻ ലെവൽസ് വെയർ സോ ഹൈ ഷീ ജസ്റ്റ് ഷട്ട് ഡൗൺ എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു. അപ്പോൾ ഒരു ഫൈബ്രോമയാൽജിയുടെ ഒരു വല്ലാത്തൊരു ഫോം ആയിരുന്നു അത്. ക്യൂറബിൾ ആണോ അത്? They were newly married at that point. They have kids now. They are happily living. But what happened was we didn't go for ഒരു എന്താ പറയുന്ന ഒരു hands on treatment. We worked her through exercise. It was a terrible 6 months for me. But she is happy. She is happy. But തൊടുമ്പോൾ തന്നെ തലകറങ്ങി വീഴുക എന്ന് പറയുന്നത് വലിയ thank you. But that was a good challenge. Okay, nice. അതുപോലെ തന്നെ ഇപ്പോ ടു വൈൻഡ് അപ്പ് ഒരു മെസ്സേജ് ടു ആർ ലിസണേഴ്സ് ആൻഡ് ഓഡിയൻസ്. നമ്മൾ ഹെൽത്ത് വൈസ് എക്സസൈസോ അല്ലെങ്കിൽ ഡെയിലി റുട്ടീനിൽ നമ്മൾ എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത്? എല്ലാവരുടെയും ഇൻക്ലൂഡിങ് മൈസെൽഫ് ഒരു ചാലഞ്ച് എക്സസൈസ് ചെയ്യാൻ ടൈമില്ല, അല്ലെങ്കിൽ ടൈം എക്സ്ക്യൂസ് കണ്ടെത്തുക എന്നുള്ളതാണ്, ആലോചിച്ചൊക്കെ എക്സ്ക്യൂസ് പറയുക എന്നുള്ളതാണ്. വൺ എക്സസൈസ് വിച്ച് ഐ വുഡ് റെക്കമെൻഡ് ഇസ് കോൾഡ് എ സോളിയസ് പുഷപ്പ്. ഓക്കെ, എക്സസൈസ് ചെയ്യാൻ ഏറ്റവും മടിയുള്ള എന്നെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള എക്സസൈസ്. ശവാസനമല്ല, ഇറ്റ്സ് എ പുഷപ്പ്. പക്ഷെ ഇറ്റ്സ് എ സോളിയസ് പുഷപ്പ്. ഇരുന്നിട്ട് ചെയ്യാം, ഒന്നുമില്ല. ഇപ്പൊ ശോഭയ്ക്കും ചെയ്യാം. ജസ്റ്റ് ഇരുന്നിട്ട് ഹീല് മാത്രം പൊക്കുക. കാര്യം നമ്മുടെ ഗ്യാസ്ട്രോണിയോസോളിയസ് എന്ന് പറയുന്ന കാഫ് മസിൽസ് ആണ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇരുന്നിട്ട് ജസ്റ്റ് ഹീല് മാത്രം പൊക്കുകയും താക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ it's a fantastic exercise for the whole body. Yes, and it is ഒരു സയന്റിഫിക് ജേർണൽ. I can't exactly pinpoint നേച്ചർ ആണോ സയൻസ് ആണോ, ഒരു ജേർണലിൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സസൈസിന്റെ എഫക്ട്സ് ഇഫ് ഐ എം റൈറ്റ് കൊളസ്ട്രോൾ ലെവൽസിനെ പറ്റി വരെ അതിൽ സംസാരിക്കാൻ തോന്നുന്നു. ഐ എം നോട്ട് വെരി സ്ട്രോങ്, ഓർക്കുന്നില്ല. പക്ഷെ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ടൂൾ. സോളിയസ് പുഷപ്സ് വായിച്ചു നോക്കും. സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഇതെന്തായാലും ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യും. കാണുന്നവരും പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് കൊള്ളാം, അത്രേ പറയാനുള്ളൂ അല്ലേ, വായിച്ചു നോക്കിയിട്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. Thank you for your time, Shobha. Pleasure having you. Same here. Thank you. Thank you. This is Shobha Vishwanath signing off from Vital Voices by SP Medi Fort Hospital. Stay aware, stay healthy, and most importantly, stay positive.